അസ്സലാമലൈക്കും, ഞാൻ മൻസൂർ മണ്ണാർക്കാട്. റിയാക്റ്റീവ് വീഡിയോസിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രിയമുള്ളവരെ, ഇന്നും ഒരു പിഴച്ച വിദണ്ഡവാദക്കാരൻ്റെ പിഴച്ച സിദ്ധാന്തവും പിഴച്ച വാദവും അത് നിങ്ങൾക്ക് മുമ്പിൽ കാണിച്ചു തരിക. ആ പറയുന്നത് വിവരക്കേടാണ് എന്നും ഇതുപോലെയുള്ള പിഴച്ച വിദണ്ഡവാദങ്ങളുമായിട്ടാണ് ഇതുപോലെയുള്ള ആളുകൾ വിശ്വാസികളുടെ വിശ്വാസം ചൂഷണം ചെയ്തുകൊണ്ട് അവരെ ആത്മീയ ചൂഷണത്തിന്റെ ഇരകളാക്കാൻ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത് എന്ന് പറയുവാൻ വേണ്ടിയാണ്. അത് നമുക്ക് ആ വീഡിയോയിൽ എന്താണ് അയാൾ പറയുന്നതെന്ന് കേൾക്കാം. ഈ മരണപ്പെട്ടവർക്ക് വേണ്ടി ഒരു നിസ്കാരം ഉണ്ടല്ലോ, ആ നിസ്കാരത്തെ കുറിച്ചൊന്ന് പറഞ്ഞു തരുമോ ഒരാൾ ചോദിച്ചപ്പോൾ മുമ്പ് ഞാനത് കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട്. സ്വലാത്തുൽ ഉൻസ്. അധിക പേർക്കും അറിയൂലത്, പക്ഷെ ഒന്ന് സേവ് ചെയ്തോളും ഷെയർ ചെയ്തോളി, ഉപകരിക്കട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകളുടെ ഖബറൊക്കെ അല്ലാഹു തആല സന്തോഷത്തിലും റാഹത്തിലും ആക്കി തീർക്കട്ടെ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, റവ അനി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ റിപ്പോർട്ട് ചെയ്ത ഹദീസ്, അന്നഹു ഖാൽ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ലാ യഅതി അലൽ മയ്യിതി അശദ്ദു മിനൽ ലൈലത്തിൽ ഊല. ഒരു മനുഷ്യന്റെ അവന്റെ ജീവിതത്തിൽ ഇന്ന് വരെ അത്രയും ഭയാനകമായ ഒരു രാത്രി അവൻ ഉണ്ടായിട്ടില്ല. അത്രയും ഭയാനകമായ ഒരു രാത്രിയാണ് ഖബറിലെ ആദ്യത്തെ രാത്രി. നമ്മളെ മറവ് ചെയ്ത് കുടുംബക്കാരൊക്കെ പോയി അവരവരുടെ വീട്ടിലേക്ക് പോയാൽ പറയുന്നത് മൗലിദ് ഉണ്ടാവും വരണട്ടോ. ഈ ഖബറിലെ നമ്മുടെ അവസ്ഥ എന്താണ്? വല്ലാത്തൊരു മശക്കത്തും ഒരു അതുപോലത്തെ ഭയാനകമായൊരു രാത്രി ഒരു മനുഷ്യന് നേരിടേണ്ടി വരില്ല എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറയുമ്പോൾ അത് എത്ര 5 വക്ത് നിസ്കരിച്ച എത്ര ആളാണെങ്കിലും ആ ഒരു ഭയാനകതയെ നമ്മൾ നേരിടണം ഖബറിലെ ആദ്യ രാത്രിയിൽ. അപ്പൊ അന്നേ ദിവസത്തെ ഈനാസിന് വേണ്ടി, ഈനാസ് എന്ന ആ വാക്കിന്റെ അർത്ഥം തന്നെ നേരം പോക്കാവുക. ഈനാസിന്റെ 2 റക്അത്ത് ആ മരിച്ച ആൾക്ക് വേണ്ടി നിസ്കരിക്കുക. അപ്പൊ നിയ്യത്ത് ചെയ്യുമ്പോൾ എങ്ങനെയാണ് നിയ്യത്ത് ചെയ്യേണ്ടത്? അല്ലാഹുവേ, ഇന്നാലിന്ന ആളുടെ ഖബറിലെ ഈനാസിന് വേണ്ടി, സന്തോഷത്തിന് വേണ്ടി 2 റക്അത്ത് സുന്നത്ത് ഞാൻ അല്ലാഹു തആലക്ക് വേണ്ടി നിസ്കരിക്കുന്നു എന്ന് മലയാളത്തിൽ നിയ്യത്ത് ചെയ്താൽ മതി. ഇന്ന ആളുടെ ഖബറിലെ ഈനാസിന് വേണ്ടി. പ്രിയമുള്ളവരെ, മനസ്സിലായിട്ടുണ്ടാവും, പ്രവാചകൻ പഠിപ്പിക്കാത്ത മരിച്ച ആളുകൾക്ക് വേണ്ടിയുള്ള ഒരു നിസ്കാരത്തെ കുറിച്ചാണ് അയാൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഒരു നിസ്കാരമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വലത്തുനിരത്തോട്ട് എഴുതിയ കുറച്ച് അറബ് വാക്കുകളും ചൊല്ലിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ ഇതുപോലെ പച്ചക്കളവ് പ്രചരിപ്പിച്ചുകൊണ്ട് വിശ്വാസികളുടെ വിശ്വാസം ചൂഷണം ചെയ്യാൻ നടക്കുന്ന ആളുകൾ ആ വായിച്ച അറബ് വാക്കിന് എന്ത് ആധികാരികതയാണ് ഉള്ളത് എന്നൊന്നും പറയില്ല. കാര്യം എന്താണെന്നറിയോ? ഇതുപോലെയുള്ള വിടുവായത്തങ്ങൾ പറയുന്നത് കേട്ട് അതുപോലെ ആ പറയപ്പെട്ട പിഴച്ച വാദങ്ങളും പിഴച്ച വിശ്വാസങ്ങളും പേറുവാൻ അന്ധവിശ്വാസത്തിന്റെ മൂട്ടുപടമണിഞ്ഞ ചില ആളുകൾ നമുക്കിടയിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അന്ധവിശ്വാസികളെ നിങ്ങൾക്കൊന്ന് നന്നായിക്കൂടെ എന്ന് ചോദിച്ചുകൊണ്ട് ഇനി ഈ വീഡിയോയുടെ കുറച്ച് ഭാഗങ്ങൾ കൂടി കേൾപ്പിക്കാം. പ്രിയമുള്ളവരെ, പ്രത്യേകം ശ്രദ്ധിക്കുക. ആ ചെങ്ങായിക്ക് പിരാന്താണ്. ഓൻ പറഞ്ഞതും കേട്ടിട്ട് നിങ്ങളില്ലാത്ത നിസ്കാരവും നിസ്കരിച്ചിട്ട് ഉള്ള നിസ്കാരത്തിന്റെ കൂലി കളയാൻ നിൽക്കണ്ട എന്നാണ് പറയാനുള്ളത്. അതിൽ നിസ്കരിക്കേണ്ട രൂപവും അതിൻ്റെ ഷർത്തും ഫർദും ഒക്കെ മൊഴിയുന്നുണ്ട്. എവിടുന്ന് എടുത്തിട്ടാ പറയണതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓനിക്കെന്നെ അറിയില്ല എന്നുള്ളതാണ്. കേട്ടോക്കി. അതിന്റെ രൂപം ഉളവുണ്ടായിരിക്കുന്ന നിർബന്ധമാണ്. സാധാരണ സുന്നത്ത് നിസ്കരിക്കുമ്പോൾ തന്നെയാണ്. ഈ നിയ്യത്ത് ചെയ്ത് തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലി വജ്ജഹത്ത് ഓതി ഫാത്തിഹയ്ക്ക് ശേഷം ആയത്തുൽ കുർസി 1, അൽഹാക്കുമുത് തകാസുർ 1, 11 തവണ സൂറത്തുൽ ഇഖ്ലാസ് ആദ്യത്തെ റക്അത്തിൽ. രണ്ടാമത്തെ റക്അത്തിലും അതുപോലെ തന്നെ ഫാത്തിഹയ്ക്ക് ശേഷം ആയത്തുൽ കുർസി, പിന്നെ അൽഹാക്കുമുത് തകാസുർ, അതിനുശേഷം 11 തവണ സൂറത്തുൽ ഇഖ്ലാസ്. ഇത് ഒരുപാടായി ഇപ്പോൾ മരണപ്പെട്ടിട്ട് അല്ലെങ്കിൽ ഒരുപാടായി നമുക്ക് വേണ്ടപ്പെട്ട ആളുകൾ മരണപ്പെട്ട അവർക്കൊക്കെ വേണ്ടി ചെയ്യാം. ഏറ്റവും നല്ലത് മരണപ്പെട്ട അന്ന് രാത്രി ചെയ്യലാണ്. അത് അവരുടെ ഖബറിൽ ഈനാസ് നൽകും, അവർക്ക് സന്തോഷം നൽകും. കിതാബുകളിൽ ബഹുമാനപ്പെട്ട നിഹായത്ത് സൈനിലും അതുപോലെ ഫഖീന്റെ കിതാബുകളിലൊക്കെ അതിനെക്കുറിച്ച് പറയുന്നത് അവരുടെ ഖബറിലേക്ക് മലക്കുകൾ സന്തോഷം കൊണ്ടുവരും. ഈ നിസ്കാരത്തെ കുറിച്ച് പറയുന്നത്, നിസ്കരിച്ച ആള് അവൻ ദുനിയാവിൽ നിന്ന് സ്വർഗത്തിൽ അവന്റെ സ്ഥാനം കണ്ടിട്ടല്ലാതെ അവന്റെ റൂഹിനെ പിടിക്കൂല എന്ന് പറഞ്ഞാൽ, ഇരിക്കുന്ന സമയത്ത് അവനക്ക് സ്വർഗത്തിൽ അവന്റെ ആ സ്ഥാനം കാണാൻ കഴിയും. അപ്പൊ നിസ്കരിക്കുന്ന ആൾക്കും ഗുണമുണ്ട്. എന്നാൽ ആർക്ക് വേണ്ടിയാണ് നിസ്കരിക്കുന്നത്? അവർക്കും ഗുണമുണ്ട്. സ്വലാത്തുൽ ഉൻസ് അപ്പോൾ മറക്കാതിരിക്കുക. നിസ്കരിച്ചാലുള്ള ഗുണം, ആ മയ്യത്തിന്റെ വഹ്ശത്ത്, ആ മയ്യത്തിന്റെ ഭയാനകത, ആ മയ്യത്തിന് നേരിടേണ്ടി വരുന്ന മശക്കത്തുകൾ ആ ഖബറിലെ ആദ്യ രാത്രിയിൽ അത് നീങ്ങിക്കിട്ടുമെന്നാണ്. മാത്രമല്ല ഒരുപാട് സന്തോഷങ്ങൾ കൊണ്ട് അവന്റെ ഖബർ നിറക്കപ്പെടും, ഖബർ പ്രകാശപൂരിതമാകും. അപ്പൊ ഈ സ്വലാത്തുൽ ഉൻസ് ഷെയർ ചെയ്യാൻ മറക്കണ്ട. നിങ്ങൾ കേട്ടല്ലോ. ഇനി എന്താണ് ഈ പറയപ്പെട്ട നിസ്കാരം, അങ്ങനെ ഒന്ന് ഇസ്ലാമിൽ പഠിപ്പിച്ചിട്ടുണ്ടോ എന്ന് വിശദമായി നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. പ്രിയമുള്ളവരെ, ഉൻസംസ്കാരം എന്നൊരു നിസ്കാരം അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ചിട്ടില്ല. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പേരിൽ അത് ആരും തന്നെ അനുഷ്ഠിച്ചിട്ടില്ല. അതുപോലെ തന്നെ സ്വഹാബത്ത് ആരും അത് നിർവഹിച്ചിട്ടില്ല. സ്വഹാബത്തിൻ്റെ മേൽ ആരും തന്നെ അത്
നിർവഹിക്കപ്പെട്ടിട്ടില്ല. ഏതോ വട്ടന്മാർ പറഞ്ഞത് ഏതൊക്കെയോ പൊട്ടന്മാരെടുത്ത് നടക്കുന്നു എന്നുള്ളത് ഇസ്ലാം ഉൾക്കൊണ്ടുകൊണ്ട് അള്ളാഹുവിൻകൽ മതമായ ദീനുൽ ഇസ്ലാം സ്വീകരിച്ചുകൊണ്ട് ജീവിക്കുന്ന മുസ്ലിങ്ങൾക്കോ ബാധകമല്ല. ഇത് സംബന്ധമായിക്കൊണ്ട് AI എന്ത് പറയുന്നു എന്നുള്ളൊരു കാര്യം കൂടിയും കേൾപ്പിച്ചുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. കേട്ടു നോക്കൂ. ഇസ്ലാമിക വിശ്വാസപ്രകാരം മരണപ്പെട്ടവർക്ക് വേണ്ടിയുള്ള പ്രത്യേക നിസ്കാരം എന്നത് ജനാസ നമസ്കാരം തന്നെയാണ്. മയ്യത്ത് നിസ്കാരം എന്നും അറിയപ്പെടുന്നു. ഇത് മരണപ്പെട്ട വ്യക്തിക്ക് വേണ്ടിയുള്ള ഒരു പ്രാർത്ഥനയാണ്. പ്രവാചകൻ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും നമുക്ക് കാണിച്ചു തന്ന മാതൃകയാണിത്. ഉൻസ് നിസ്കാരം എന്ന പേരിൽ ഒരു പ്രത്യേക നിസ്കാരം ഇസ്ലാമിക പ്രമാണങ്ങളിൽ പരാമർശിക്കപ്പെടുന്നില്ല. മതപരമായ കാര്യങ്ങളിൽ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വേണം കാര്യങ്ങൾ മനസ്സിലാക്കാൻ. മതപരമായ കാര്യങ്ങളിൽ ആധികാരികമായ സ്രോതസ്സുകളെ മാത്രം ആശ്രയിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇസ്ലാമിലെ അടിസ്ഥാന പ്രമാണങ്ങളായ ഖുർആനും ഹദീസും കൃത്യമായി മനസ്സിലാക്കുകയും പണ്ഡിതന്മാരുടെ മാർഗനിർദ്ദേശങ്ങൾ തേടുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. സമൂഹമാധ്യമങ്ങളിലൂടെ വരുന്ന തെറ്റായ വിവരങ്ങളെക്കുറിച്ച് ജാഗ്രത പാലിക്കുകയും വേണം. 5 നേരത്തെ നിർബന്ധ നമസ്കാരം, ഫർദ് നമസ്കാരങ്ങളും അതുപോലെ നിരവധി സുന്നത്ത് നമസ്കാരങ്ങളുമുണ്ട്. അതോടൊപ്പം പഠിപ്പിച്ചു തന്നതാണ് ജനാസ നമസ്കാരം. ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ മേൽ മയ്യത്ത് നിസ്കരിക്കുക എന്നുള്ളത് നിർബന്ധമാണ്. അത് നിസ്കരിക്കുക എന്നതിനപ്പുറമായിക്കൊണ്ട് ഒരു ഉൻസാ നിസ്കാരമല്ല എന്നുള്ളതാണ് പടുഖുറാഫികളെടുത്ത് പറയാനുള്ളത്. എത്ര പറഞ്ഞാലും ഇതുപോലെയുള്ള ഖുറാഫി കൂട്ടങ്ങൾ കേൾക്കില്ല. അവർ പുതിയ ഖുറാഫത്ത് തിരഞ്ഞു നടക്കുകയാണ്, ഗവേഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നിരുന്നാലും ഇതുപോലെയുള്ള വിവരക്കേടുകൾ തുറന്നു കാണിക്കുകയും അത് കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന ഇന്ന് കാലത്ത് മലേഷ്യയിൽ നിന്നൊരു സഹോദരൻ വിളിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് വളരെയേറെ മോശമായ ഒരു ചുറ്റുപാടിലൂടെ ജീവിച്ചിരുന്ന, വിശ്വാസത്തിലൂടെ ജീവിച്ചിരുന്ന ഒരാളാണ്. അദ്ദേഹം കാലത്ത് തന്നെ വിളിക്കുകയും പിന്നീട് മെസ്സേജ് ചെയ്യുകയും ഒക്കെ ചെയ്തു. അദ്ദേഹത്തെ നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലേക്ക് ആഡ് ചെയ്തിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അതുപോലെയുള്ള ഒരു വീഡിയോ കൊണ്ട് ഒരാളെങ്കിലും സത്യം തിരിച്ചറിഞ്ഞാൽ അൽഹംദുലില്ലാ എത്ര നല്ലത് എന്ന് മാത്രമാണ് പറയുവാനുള്ളത്. ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളെ തിരുത്തുക എന്നത് എന്റെ ഉദ്ദേശമല്ല. വേണമെങ്കിൽ മാറിക്കോട്ടെ, അവർക്കിത് അറിയാത്തത് കൊണ്ടല്ല. എന്നാൽ ഇവർ പറയുന്നതൊക്കെ കേട്ട് അതിനു പിറകെ പോകുന്ന ആളുകളെ നിങ്ങൾ ഒരു നിമിഷം തിരിഞ്ഞു നോക്കൂ. 5 മിനിറ്റ് ഇതൊന്ന് കേട്ടു നോക്കൂ. ഒരുപക്ഷെ നിങ്ങളുടെ ആഖിറം രക്ഷപ്പെട്ടേക്കാം എന്നാണ് പറയുവാനുള്ളത്. ഇൻഷാ അല്ലാ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നുണ്ട്. ഇതുപോലെയുള്ള പിഴച്ച വിഖണ്ഡവാദങ്ങളുമായി വരുന്ന പുഴുക്കുത്തേറ്റ ഇതുപോലെയുള്ള കൃമികീടങ്ങളെ വലിച്ചു കീറുവാൻ വേണ്ടി അള്ളാഹു ആഫിയത്ത് നൽകട്ടെ. അടുത്ത വീഡിയോയിൽ മറ്റൊരു വിഷയമായി നിങ്ങൾക്ക് മുമ്പിൽ വരാം. അതുവരേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.